ഞാൻ തോൽപ്പിപ്പോ എല്ലാവരും പറഞ്ഞു കൊടുക്കും. എന്തോ എഴുതിയേക്കുന്നത് ഗൂഗിളിലോ മെലഡി എന്തോ മുട്ട വെച്ചേരാ അത് ഇവിടെ ഈ ബുക്കിലില്ലേ ഹോംവർക്ക് ചെയ്യാത്തോണ്ട് ഇവിടെ വന്നിരുന്നിട്ട് എഴുതുമായിരുന്നു. പറയല്ലേ മിഠായി വാങ്ങിച്ചു തരുമോ നീ? എങ്ങോട്ട് പോയാ? ക്ലാസ്സിലേക്ക്. കുട്ടിയാണല്ലേ എന്നെ തട്ടിയപ്പോഴേ എനിക്ക് എന്തോ പോലായി. അയ്യേ ക്ലാസ് പോട്ടെ ഞാൻ. ഇല്ലേ എനിക്ക് മുന്നേ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. തട്ടണോന്ന്? അയ്യോ അതല്ല, എനിക്ക് കുട്ടിയെ ഭയങ്കര ഇഷ്ടമാ. എന്താ സോമ പറയുന്നത്? കേട്ടില്ലേ പറഞ്ഞത്? ഐ ലവ് യു എന്ന്. സോമൻ അറിയില്ല എനിക്ക് വേറൊരാളെ ഇഷ്ടമാണെന്ന്. ആര്? നീ ആറാ എന്റെ പെണ്ണിന്റെ പിറകടക്കേ? സോമൻ സീനിയേഴ്സിന്റെ പെണ്ണിനെ നോക്കാറായടാ നീ. ഞാൻ അവളെ നോക്കുകയും ചെയ്യും, അവളെ തന്നെ കിട്ടുകയും ചെയ്യും. നിനക്കെന്താ വേണോടാ? അടിക്കാതെ അയ്യോ 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 പുതിയതാത്. ഒരു ആനിവേഴ്സറി ദിവസമായിട്ട് മറ്റുള്ള പ്രൈവറ്റ് സ്കൂളിലേക്കാണെങ്കിൽ നിനക്ക് എല്ലാ ദിവസവും യൂണിഫോം ആക്കണമായിരുന്നു. ആനിവേഴ്സറി ആണ്, അത് വേണം, ഇത് വേണം, ആ ചക്കാന്നൊക്കെ പറഞ്ഞ എല്ലാം സമ്മതിച്ചാ. എന്താ സുധാരയുടെ പ്രശ്നം? കണ്ണി കുരുവായിരുന്നു. അതെ, നല്ലൊരു ആനിവേഴ്സറി ദിവസമായിട്ട് വെറുതെ എന്തിനാ തല്ലുപിടിക്കാൻ പോകുന്നത്? പിന്നെ ഞാൻ നോക്കണ പെണ്ണിനെ വേറെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കണോ? അതല്ല, ഉടുപ്പിലൊക്കെ ചളിയാവൂലേ? പിന്നെ അതല്ല ഞാൻ പറയാൻ വന്നത്. ആനിവേഴ്സറിക്ക് പ്രാക്ടീസ് ചെയ്തോണ്ട് അവരൊക്കെ അതിനകത്ത് നമുക്കത് കാണാൻ പോയാലോ? ഞാൻ നിന്റെ കൂടെ കുറച്ചു നേരം ഇരിക്കാന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ നിങ്ങൾക്ക് ആനിവേഴ്സറി നീ വേണ്ട, പോണ്ട. നാളെ എൻ്റെ ഡാൻസ് ഉണ്ട്, കാണാൻ വരുമോ? ഇനി വരൂലേ? പോ. ഞാൻ വരും. വരണം. ഇപ്പഴാ ഡാൻസ്? ഞാൻ പറയാം. അപ്പൊ അത് ഞാൻ ഇതങ്ങനെ അങ്ങനെ പറയല്ലേ, നമ്മളെ ക്ലാസ്സിൽ ഏറ്റവും വലിയ പഠിപ്പിയത്. എന്നാലും നീ എന്റെ സൈഡ് നിൽക്കല്ലേ, അവന്റെ സൈഡ്. അവൻ പറയണ നിനക്ക് വലുതല്ലേ? അല്ല, എനിക്ക് പഠിപ്പികളെ പണ്ടേ ഇഷ്ടമല്ല, ഏട്ടനെയാ ഇഷ്ടം. ശരിക്കും ശരിക്കും. ഏട്ടാ, അവിടെ ആനിവേഴ്സറി നടക്കുമ്പോഴേ രാത്രി നമ്മൾ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് ഒന്ന് സംസാരിച്ചാൽ കുഴപ്പമുണ്ടോ? ഞാൻ ഉള്ളപ്പോഴാ എന്തിനു പേടിക്കണം? ഇവിടെ ആരെ പേടിക്കാൻ? അതാ. പിന്നെ പിണക്കൊക്കെ മാറി. ഇത് ഇതിനകത്ത് പെടുക്കാൻ കയറിയ അത് പഠിക്കാൻ കയറിയ അത് അങ്ങനെ എടുത്തേ. ഏട്ടാ, പിണക്കൊക്കെ മാറി. ഓ, നിന്റെ പിണക്കം മാറി. എൻ്റെ ആനിവേഴ്സറി ആയിട്ട് അങ്ങോട്ട് പോകുന്നില്ലേ? ചുമ്മാ സംസാരിക്കാം. അറിയാലോ, നമ്മുടെ യൂണിയൻ നടത്തുന്ന ആനിവേഴ്സറിയാണ്. ഇതെന്താ ഷട്ടിലൊക്കെ? അതൊന്നുമില്ല, അത് സോമനായിട്ട് അടിയായത്. എന്തിന്? അവ ഇവളടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ അടിച്ചേറ്റ് വിടും.
ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രേമം പ്രണയമൊന്നും പറഞ്ഞൊന്നും നടക്കല്ലെന്ന്. മര്യാദയ്ക്ക് ക്ലാസ്സിൽ കയറാം. പോടാ. യാ, പോ. ഡാൻസ് എപ്പോഴും നാളെ പുളിയുണ്ട് വേറെ തരാനില്ലാതെ. മാമൻ എന്താ ഇവിടെ ഡാൻസ് ഒക്കെ ഉള്ളതല്ലേ, വിശക്കുന്ന അപ്പോൾ പുളിഞ്ചിക്കും പൊക്കമില്ലല്ലോ പറിക്കാൻ വേണ്ടിയിട്ട്. പുളിഞ്ചിക്ക് പുളിഞ്ചിക്ക ഒരു 100 രൂപ ഇങ്ങോട്ട്. എന്തിനാ? ഇല്ലെങ്കിൽ ഇതെല്ലാരും അറിയും പുളിഞ്ചിക്ക കഥ. വായിക്കൂടെ ഇപ്പം എന്തോ പോയത് കണ്ടല്ലേ? കണ്ടു. ശരി, മണമുണ്ടോ? ചെറുതായിട്ട് പുളിയുണ്ട്. പോട്ടെ. ശരി. അങ്ങോട്ട് പോയ സ്മെല്ല് വേറെ ആരും കാണാൻ നോക്കണം കേട്ടോ. ഞാൻ കണ്ടത് കണ്ടു. അതെ, ഇനി ഇവിടെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരും, ഇതൊക്കെ കാണണ്ട, മോശമല്ലേ? അതുമല്ല ഞങ്ങളുടെ യൂണിയൻ നടത്തുന്ന ആനിവേഴ്സറി അല്ലേ, ക്ലാസ്സിലോട്ട് പൊക്കോ, ഞാനൊരു സമ്മാനം വെച്ചിട്ടുണ്ട്. ആണോ? എന്നാ ഞാൻ ക്ലാസ്സിൽ കാണാം. ഗോകുലേട്ടൻ വേഗം അങ്ങോട്ട് വാ. ഞാൻ അപ്പുറത്തൂടെ വരാം. വരണേ വേഗം. പോട്ടെ ഉമ്മ. ഇരുന്ന് ബോറടിച്ച എനിക്കെന്താ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യല് താ. ആരെങ്കിലും വിട്ടു ഇതാണോ സ്പെഷ്യല്? ഞാൻ തരുമ്പോൾ സ്പെഷ്യലല്ലേ. പിന്നെ വേറൊരു സമ്മാനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ണടയ്ക്ക്. കണ്ണോർന്നു. ഐ ലവ് യു. ലവ് യു ടു. നാളെ പുറത്ത് വെച്ച് കാണാൻ പറ്റും. നാളെ വീട്ടിൽ അച്ഛനുണ്ട്, നോക്കാം. എവിടെ വെച്ചാ? അത് ഞാൻ പിന്നെ പറയാം. ഇതാണോ നീ പറഞ്ഞ പ്രേമോ പ്രണയം ഒന്നും വേണ്ടെന്ന്? എനിക്ക്